ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നാട്ടിൽ പോയപ്പോഴുള്ള വീഡിയോസ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെ മാമൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നേ. മാമൻ്റെ വീട്ടിലേക്ക് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. തലേന്നായിരുന്നു കല്യാണം. അപ്പോൾ പിറ്റേന്ന് കല്യാണം കഴിഞ്ഞിട്ട് മാമൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പം അവിടുന്ന് പോയ സമയത്ത് അവിടെ ഈ കല്യാണത്തിന് ഞങ്ങളെ മാമൻ്റെ മോളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അവരൊക്കെ കല്യാണത്തിന് വന്നതായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോഴേക്ക് പിന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അമ്മയും മാമിയും എല്ലാവരും കൂടെ ലഞ്ചൊക്കെ നല്ല അടിപൊളി ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റായി എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണേ. അപ്പോൾ ഇതാ ഇലയിലാണ് കേട്ടോ. അപ്പോൾ ഇലയിൽ കഴിക്കുമ്പോൾ പ്രത്യേക സ്വാദല്ലേ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാമീൻ്റെ കറികളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് എന്താ പറയുക, പറഞ്ഞറിയിക്കാനേ വയ്യാത്തൊരു സംഭവമാണ്. അത് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കോളണമെന്നില്ല, പക്ഷേ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി ചിക്കൻ കറിയും നല്ല മോരുകറിയും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതാ മാമൻ്റെ വീട്ടിൽ പറഞ്ഞാൽ തോടും പിന്നെ വയലും പിന്നെ എന്താ കുളം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണേ. അങ്ങനെ ഞങ്ങളിതാ ഭക്ഷണം കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല കാറ്റാട്ടോ. വയൽ ഏരിയതായതുകൊണ്ട് നല്ല കാറ്റാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അപ്പം നല്ല അങ്ങനെ വായിലിട്ടാൽ അങ്ങനെ അലിഞ്ഞു പോകുന്ന തരം ചെറിയൊരു തരം മാങ്ങ ഉണ്ടല്ലോ, അത് കറി വെച്ചാൽ നല്ല ടേസ്റ്റായിട്ടോ, നാട്ടുമാങ്ങ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് മാങ്ങ ഉണ്ടോ വീണ് കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ പറയുന്നു നല്ല കാറ്റ്, നല്ല അടിപൊളി കാറ്റ്. ഞാൻ മോളോടൊക്കെ പറയാം ഒരു പൊല്യൂഷനോ ഒന്നുമില്ല, എന്തൊരു നല്ലൊരു കാലാവസ്ഥ. ചൂടുണ്ട് എങ്കിൽ കൂടിയിട്ടും നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അവിടെ പോയെങ്കിൽ ഞങ്ങൾക്ക് മാങ്ങയൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ 3-4 മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തൊരു മണമായിരുന്നു എന്നറിയാം മാങ്ങയൊക്കെ. ഈ മാങ്ങേൻ്റെ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, നമ്മളെ നാട്ടുമാങ്ങേനെ കൊണ്ടൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ നമ്മുടെ മാമൻ്റെ മോളെ ഹസ്ബൻഡും എല്ലാവരും ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ കാറ്റടിച്ചപ്പോൾ കാറ്റിനോട് ഞങ്ങൾ പറയാം, കാറ്റേ മാങ്ങ ഒരു 3-4 എണ്ണം വീണ് വരികയാണെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കൂ, ഇതാണ് എൻ്റെ മാമൻ്റെ വീട് കേട്ടോ. പഴയ ഒരു തറവാട് വീടാണേ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പെറുക്കിയപ്പോൾ ഒരു 2-3 മാങ്ങയെ കിട്ടിയിട്ടുണ്ടായുള്ളൂ. അവിടെ ഒരു പൂവ് കണ്ടില്ലേ, ഇടിവെട്ടിപ്പൂവ് എന്നാട്ടോ ഞങ്ങൾ പറയാറ്. ഇടി വെട്ടുമ്പോഴാണ് തോന്നുന്നു ആ പൂവ് ഉണ്ടാവാറ്. അപ്പോൾ നല്ല രസമല്ലേ ആ പൂവ്, നല്ലൊരു ഭംഗിയാട്ടോ ആ ഇടിവെട്ടിപ്പൂവിനെ കാണാനൊക്കെ. ഒരുപാടുണ്ടാകുമ്പം നല്ല രസമാണ്. അപ്പോൾ മോൾക്ക് ഇതൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ മോൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. അവളൊരു ടീച്ചറാണ്. അപ്പോൾ അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരിക കേട്ടോ. പൂവ് ഇങ്ങനെ ഇടിവെട്ടുമ്പോഴാണ് ഉണ്ടാവുക എന്നൊക്കെയാണ് ഇപ്പോൾ അവൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട്, പക്ഷേ വെയിലുണ്ടെങ്കിലും ആ കാറ്റിന് എന്തൊരു നല്ല സുഖമായിരുന്നു എന്നറിയോ. അവിടെ ഇങ്ങനെ നിന്ന് നമ്മൾ ആ ഒരു വയലിൽ നിന്ന് വരുന്ന കാറ്റായതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പെറുക്കി കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ചായയൊക്കെ കുടിച്ചപ്പോൾ മാമൻ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. മാമൻ എന്തോ ചെവിക്ക് വേദനയൊക്കെ ആയിട്ട് മാമൻ കിടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവാനുള്ള സെറ്റപ്പ് ഒക്കെ ആക്കി കേട്ടോ. കാരണം ഇനി മാമൻ്റെ അവിടെ നിന്ന് പോരുമ്പോൾ ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പോരുമ്പം മാങ്ങയും എൻ്റെ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടം അച്ചാർ. അപ്പം മാമി അച്ചാറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മാങ്ങ പഴുപ്പിക്കാൻ വെച്ചോർത്തിന്ന് എനിക്ക് കുറച്ച് മാങ്ങയൊക്കെ തന്ന് അതൊക്കെ ഞാൻ എടുത്തൊക്കെ ബാഗിലൊക്കെ ഇട്ട് എന്താ പറയുക കവറിലൊക്കെ ആക്കി ഞങ്ങൾ പിന്നെ തിരിച്ച് പോരാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ബസ്സിൽ കൊണ്ടുപോവുക, കഴിയൂല കൊണ്ടുപോകാൻ എന്നൊക്കെ പറയുമ്പോൾ മാമി പറഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതാണ്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് കഴിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവസാനം ഒരു 5-10 എടുത്ത് ഞങ്ങൾ പോന്നു കേട്ടോ. അവസാനം ഞങ്ങൾ അവിടുന്ന് പോരുകയാണ്, യാത്ര പറയുകയാണ് മാമീനോടും ഒക്കെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മാമൻ്റെ വീട്ടിലെ വിശേഷം.